ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആരാണ് നമ്മുടെ ശത്രു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു, 2 തരത്തിലുള്ള ശത്രുക്കളുണ്ട്. അതിലൊന്ന് ആത്മീയ ശത്രു. ആത്മീയ ശത്രു എന്ന് പറയുന്നത് സാത്താനെന്നും പിശാചെന്നും പറയുന്ന പുരാതന സർപ്പമാകുന്ന ശത്രു, അല്ലെ നന്മയുടെ നേരെ വിപരീതമായ തിന്മയാകുന്ന ശത്രു. അത് ആത്മീയ മേഖലയെക്കുറിച്ച് ചിന്തിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. കാരണം ആ ശത്രുവിനെ സ്നേഹിക്കാനല്ല കർത്താവായ ഈശോ മിശിഹ നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ പിന്നെ ഏത് ശത്രുവിനെയാണ് സ്നേഹിക്കാൻ നമ്മളെ പഠിപ്പിച്ചത്? ബൈബിളിൽ രണ്ടാമതൊരു തരം ശത്രുക്കളെ അവതരിപ്പിക്കുന്നുണ്ട്. അതായത് നിയമത്തിന് വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു ശത്രുക്കളായിട്ട് കാണുക. ഇവിടെ പുതിയ നിയമം നമ്മളെടുത്ത് വായിച്ചു കഴിയുമ്പോൾ ഏകദേശം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ യേശു ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് പറയുന്നുണ്ട്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, ജീവന് പകരം ജീവൻ. അതായത് പ്രതികാരത്തിൻ്റെ നിയമം. അതാണ് നമ്മുടെ ഒരു ശത്രു. പ്രതികാരം ചെയ്യുക. നമ്മുടെ ഉപദ്രവിച്ചവരെ നമ്മൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കുക. അപ്പം നമ്മളെ ഉപദ്രവിച്ചവരാരാണോ അവരാണ് നമ്മുടെ ശത്രുവായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അവരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാതെ കൈക്ക് പകരം കൈ എന്നുള്ള ആ നിയമം തിരുത്തപ്പെടണം. അത് തിരുത്തപ്പെട്ട് ആ വ്യക്തികളെ നമ്മൾ സ്നേഹിക്കുക, അവരോട് നമ്മൾ കരുണ കാണിക്കുക. ഇതാണ് യേശു പഠിപ്പിച്ച ശത്രു സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ പഴയ നിയമത്തിലാണ് ഏറ്റവും കൂടുതൽ ശത്രുക്കളെക്കുറിച്ച് പഠിപ്പിക്കുക. ഇപ്പോൾ സമരിയാക്കാരെ സംബന്ധിച്ചിടത്തോളം യഹൂദ ജനത്തിന് ശത്രുക്കളാണ്. അപ്പം അവരെ സ്നേഹിക്കുക. അതുപോലെ തന്നെ യേശു ആരാണ് എൻ്റെ അയൽക്കാരൻ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്നുണ്ട്. കാരണം അവിടെ ഒരു സമരിയാക്കാരനാണ് ആ പീഡനമേറ്റ് കിടന്ന വ്യക്തിയെ ശുശ്രൂഷിച്ചത്, അവരുടെ ശത്രു. അപ്പം ഞാൻ ആരെയാണോ ശത്രുവായിട്ട് കാണുന്നത് ആ വ്യക്തിയെ ഞാൻ സ്നേഹിക്കണം. അത് മനുഷ്യർ തമ്മിലുള്ള ബന്ധമാണ്. മനുഷ്യർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് ഉടലെടുക്കുന്ന, അല്ലെ കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു ശത്രുതയാണ്. അപ്പോൾ പഴയ നിയമകാലത്ത് ശത്രുക്കളെന്ന് പറയുന്നത് നഷ്ടങ്ങൾ ആര് വരുത്തിയാലും ആ വരുത്തിയ വ്യക്തിക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കുക. അത് പാടില്ല എന്നാണ് യേശു പഠിപ്പിച്ച ഒരു നിയമം എന്ന് പറയുന്നത്. അതാണ് സ്നേഹത്തിൻ്റെ നിയമം. ശത്രുക്കളെ സ്നേഹിക്കുക. അതുകൊണ്ട് യേശു ചോദിക്കുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ അതെന്ത് മേന്മയാണുള്ളത്? അപ്പോൾ കള്ളന്മാരെ സ്നേഹിക്കുന്നു, അങ്ങനെ തങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരെ തങ്ങൾ സ്നേഹിക്കുന്നു. അതൊന്നും ഒരു മേന്മയല്ല. അപ്പം നമുക്ക് സ്നേഹിക്കേണ്ടത് നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുള്ള ഉപദ്രവമാണ് അത്? നമ്മുടെ വിശ്വാസപരമായ ഉപദ്രവമല്ല, അത് തിന്മയുടേതാണ്. ആദ്യം പറഞ്ഞ ശത്രുവാണ്. നമ്മളെ വിശ്വാസത്തിൽ നിന്ന് അകറ്റുന്ന പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവർ ആ സാത്താൻ എന്ന് പറയുന്ന ശത്രുവിൻ്റെ വഴിയെ നമ്മളെ നയിക്കാൻ പ്രേരിപ്പിക്കുന്നവരാണ്. ആ ശത്രുവിനെ സ്നേഹിക്കാനല്ല യേശു നമ്മളെ പഠിപ്പിക്കുക. ഇപ്പം നമ്മുടെ വിശ്വാസത്തിന് വിരുദ്ധമായ പഠനം, നമ്മുടെ കുടുംബമാകുന്ന സഭയെ തകർക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, നമ്മുടെ ആത്മീയ മേഖലയെ തകർക്കാൻ നടത്തുന്നതായ പരിശ്രമങ്ങൾ, അതൊക്കെ ഇന്ന് തിന്മയുടെ പ്രവൃത്തി മനുഷ്യരിലൂടെയാണ്, സംഘടനകളിലൂടെയാണ്. അപ്പോൾ അതിനെതിരെ നമ്മൾ ശബ്ദമുയർത്തുമ്പോൾ നമ്മുടെ ആ ശബ്ദത്തെ നിശബ്ദമാക്കാൻ വേണ്ടി ഈ ശത്രുവാകുന്ന പിശാചു തന്നെ ഈ മനുഷ്യരിലൂടെ പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിലേക്ക് തിരിയുക, ക്രിസ്തു പഠിപ്പിച്ചിട്ടില്ലേ ശത്രുക്കളെ സ്നേഹിക്കുക, ഒരു കർണത്തടിക്കുന്നവന് മറുകർണം കൂടെ കാണിച്ചു കൊടുക്കുക,
ഇങ്ങനെയുള്ള ബൈബിൾ വാക്യങ്ങൾ ഇവരെടുത്തിടും. ഇപ്പോൾ അടുത്ത സമയത്ത് മുനമ്പം സമരത്തെക്കുറിച്ച് CPIയുടെ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം പറഞ്ഞത്, ക്രിസ്തുവിന് വിരുദ്ധമായ പ്രവൃത്തികളാണ് പുരോഹിതർ അവിടെ ചെയ്യുന്നത്. ഉണ്ടോ? വചനം പറഞ്ഞ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയാണ് അദ്ദേഹം. അതെന്താണ്? തെറ്റായ ഒരു പ്രഘോഷണമാണ്. കാരണം അവിടെ ഹൃദയം നൊന്ത് കരയുന്ന, എല്ലാം നഷ്ടപ്പെടുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന പുരോഹിതരെ വർഗീയവാദികളാക്കുക, അല്ലെ ക്രിസ്തു വിരുദ്ധ പ്രവൃത്തിയായിട്ട് അതിനെ കണക്കാക്കുക. ക്രിസ്തു പഠിപ്പിച്ചത് എന്തുവാ? അനാഥർക്കും വിധവകൾക്കും അല്ലെങ്കിൽ സഹായമില്ലാത്തവർക്കും വേണ്ടി ശബ്ദമുയർത്താൻ വേണ്ടിയിട്ടാണ് പുരോഹിതരെ അല്ലെ സഭയെ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്. അതാണ് ഒരു മിഷനറി പ്രവർത്തനം എന്ന് പറയുന്നത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകുക. അതിവരെ ഭയപ്പെടുന്നു. അവരുടെ ശബ്ദമാകാൻ രാഷ്ട്രീയ പാർട്ടികൾ അവിടെ ഇല്ല, സംഘടനകൾ അവിടെ ഇല്ല, അവർക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന സഭയെ നിശബ്ദമാക്കാൻ അവർ ദൈവത്തിൻ്റെ വചനം ഉച്ചരിക്കുകയും ക്രിസ്തുവിനെ ഉച്ചരിക്കുകയും അവിടെ വർഗീയത പറയുകയും ചെയ്യുന്നു. അല്ലെ വർഗീയമായി സമരത്തെ പിന്തുണയ്ക്കുന്നവരെ അവതരിപ്പിക്കുന്നു. ഇതാണ് വലിയ പാപമെന്ന് പറയുന്നത്. ആ ശത്രുവിനെ അല്ല സ്നേഹിക്കാൻ യേശു പഠിപ്പിച്ചത്. ഇന്ന് പലപ്പോഴും സഭയിലെ പുരോഹിതരുടെ അറിവില്ലായ്മയോ അതോ അധികാരമോഹമോ അല്ലെങ്കിൽ സമൂഹത്തിൽ അവർ ആഗ്രഹിക്കുന്നതായ ബഹുമതികളോ ഉദ്ദേശിച്ചായിരിക്കാം പല തീവ്രവാദങ്ങളെയും പല തിന്മകൾക്കും നമ്മൾ കൈകോർക്കുകയും അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുന്നത്, അല്ലെ സന്ധി ചെയ്യുന്നത്. അത് ക്രൈസ്തവ മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി സന്ധി ചെയ്യുക, സത്യത്തെ വളച്ചൊടിക്കുക, സത്യത്തെ നിഷേധിക്കുക. ക്രൈസ്തവ നാമധാരികളും പുരോഹിതരും നീതിയുടെ പേര് പറഞ്ഞ്, ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ്, വചനം പറഞ്ഞ് തിന്മയ്ക്ക് സന്ധി ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാനായിട്ട് സാധിക്കും. കാരണം പലരും ഇപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാരെ പോലെയാണ് പുരോഹിതർ പ്രവർത്തിക്കുക. മുനമ്പത്ത് നടക്കുന്ന നിലവിളി ഇവർ കേൾക്കുന്നില്ല. ആ നിലവിളിയെ എങ്ങനെ തങ്ങളുടെ മഹത്വത്തിനും സ്തുതിക്കും അർഹമാക്കാമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പുരോഹിതരും അൽമായരും ഉണ്ട് സഭയിൽ. ചില ക്രൈസ്തവ മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെയെല്ലാം സന്ധിയില്ലാത്ത സമരം ചെയ്യാൻ ക്രൈസ്തവർ കടപ്പെട്ടവരാണ്. ആ ശത്രുവിനെ സ്നേഹിക്കാനല്ല പറയുന്നത്. ആ ശത്രുവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകും. നമ്മൾ വിശ്വാസത്തിൽ നിന്ന് നഷ്ടപ്പെടും. ലെബനോൻ പോലെയോ സിറിയ പോലെയോ ആയിപ്പോവും. നമ്മുടെ തലമുറകളെ നമ്മൾ അവഗണിക്കുന്ന വലിയ പാപത്തിലേക്കായിരിക്കും നമ്മൾ വീഴുക. അതുകൊണ്ട് ശത്രു എന്ന് പറയുന്നത് ആരാണ് എന്താണ് എന്ന് വിവേകപൂർവ്വം വേർതിരിച്ചുകൊണ്ട് ദൈവവചനത്തെ നമ്മൾ മനസ്സിലാക്കി വിവേകപൂർവ്വം നമ്മുടെ പ്രവർത്തനങ്ങളും പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളുമായി തീരുവാൻ ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. അതുപോലെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതിനോട് പറയാനുള്ളത്. ക്രിസ്തു പഠിപ്പിച്ചത് പ്രതികരണശേഷിയോടുകൂടി ജീവിക്കാനാണ് ഓരോ ക്രൈസ്തവനെയും പഠിപ്പിച്ചത്. അത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥം നോക്കിയാൽ മനസ്സിലാകാം. ഒരു ചെകിട്ടത്തടിക്കുന്നതിനും മറു ചെകിട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ ക്രിസ്തു തന്നെ അടിച്ചവനെ ചോദ്യം ചെയ്തു. കാരണം നീതിക്ക് വിരുദ്ധമായ ഏത് പ്രവർത്തികളെയും നമ്മൾ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ഹെറോദസ് രാജാവ് തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് പരിസേയർ പറഞ്ഞപ്പോൾ യേശു ഉച്ചരിച്ചൊരു വാക്കെന്ന് പറയുന്ന ആ കുറുക്കനോട് പോയി പണി നോക്കാനാണ് പറഞ്ഞത്. അപ്പം സ്വതന്ത്രരായി സ്വാതന്ത്ര്യം നൽകി ആണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചതും നയിക്കുന്നതും. ആ സ്വാതന്ത്ര്യം ആർക്കും നമ്മൾ അടിയറ വെക്കാനുള്ളതല്ല. ആ സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം. നമ്മൾ പ്രതികരണശേഷിയുള്ളവരായിക്കൊണ്ട് നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരും സമൂഹത്തിനും രാജ്യത്തിനും നന്മയും അഭിവൃദ്ധി ഉണ്ടാകുന്ന വ്യക്തികളും സമൂഹമായി തീരാൻ പരിശുദ്ധ സഭയെ ദൈവം സമത്വമായിട്ട് അനുഗ്രഹിക്കട്ടെ. സകല തിന്മകളിൽ നിന്നും
സഭയെ ദൈവം കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ സഭയിൽ നിന്നുകൊണ്ട്, സഭയുടെ വ്യക്താക്കളായി നിന്നുകൊണ്ട് തിന്മയ്ക്ക് സന്ധി ചെയ്യുന്ന പുരോഹിത വർഗവും അൽമായ വർഗവും ചിതറിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവം നമ്മെ സമത്വമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.